ഇന്നത്തെ ഉച്ചയൂണിന് പരിപ്പും മുരിങ്ങക്കായും തക്കാളിയാണ് ഇന്ന് കറി. പിന്നെ പയറും കായും ഉപ്പേരിയുണ്ട്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: പച്ചപ്പയർ, കായ, കാശാള ഉള്ളി, വെളുത്തുള്ളി. പിന്നെ പരിപ്പും മുരിങ്ങക്കായും തക്കാളിക്ക് പരിപ്പ്, മുരിങ്ങക്കായ, തക്കാളി, നാളികേരം, പച്ചമുളക്, വേപ്പില. കാശിനേക്ക് വേപ്പില ഉണ്ട് കേട്ടോ, കുറച്ച് വേപ്പില കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാകുന്ന വിധം നോക്കാം. കുക്കർ വെച്ചു. അതിലേക്ക് കായ ഇട്ടു, പയറിട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അടച്ചു വയ്ക്കാം. നമ്മൾ ചീഞ്ചട്ടി വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ ഉപ്പേരി കാച്ചാൻ പോവാണ്. അതിലേക്ക് വെളുത്തുള്ളി ഉള്ളി ചതച്ചത് ഇട്ടു, കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടു. ഒന്ന് ഇളക്കിയിടാം. ഇനി മൊരിയട്ടെ. മൊരിഞ്ഞ് വന്നു. ഇതേ കുത്തുമുളക് കുറച്ച് എടുത്തുണ്ട്, സാധാ മുളക് പൊടി എടുത്തുണ്ട്, അതിട്ടു. മൊരിയട്ടെ. അതേ മൊരിഞ്ഞ് വന്നു. ഇനി അതിലേക്ക് കായും പയറും വേവിച്ച് വെച്ചത് ഇട്ടു. നമ്മുടെ പയറുപ്പേരി അതാ റെഡിയായിരിക്കണം. ഇനി അടുത്ത കറി നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും തക്കാളിയാണ്. കുക്കർ വെച്ചു. കുറച്ച് പരിപ്പിട്ട് അങ്ങനെ നമ്മളതോടുകൂടി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് അടച്ച് ഒരു വിസിൽ കേൾക്കട്ടെ. മുരിങ്ങക്കായും തക്കാളിയും ഒന്ന് വേവിക്കാൻ വളരെ കോണിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുരിങ്ങക്കായ ഇട്ടു. പിന്നെ തക്കാളിയും ഒന്ന് കിടന്നോട്ടെ, ചെറുതായിട്ട് അതിൽ കിടന്നിട്ട് വെന്തോട്ടെ. നമുക്ക് അധികം അത് വേവണ്ട, കുറച്ച് വേവ് മതി, പകുതി വേവായാലും മതി. അധികം വേവണമെന്നില്ല. ഒന്ന് പരിപ്പിലിട്ടിട്ട് നമ്മൾ ശരിയാക്കും. അപ്പോൾ ഇനി വേവട്ടെ കേട്ടോ. ഉപ്പ് അതിൻ്റെ ഒപ്പം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ വിസിലേക്ക് പോയിട്ടുണ്ട്. പരിപ്പിൻ്റെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് മുരിങ്ങക്കായ ഇട്ടു. കുറച്ച് വേപ്പിലിട്ടു, പച്ചമുളക് ഇട്ടു, കുറച്ചും കൂടി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളൊരു അരപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കുള്ളത്. അതുകൂടെയും ഇതിലേക്ക് ആക്കാണ്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വീണ്ടും ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുകയാണെങ്കിൽ തിളപ്പിക്കാം. ഒരു ഉപ്പിടാൻ മറന്നു, ഉപ്പിടട്ടെ, കുറച്ച് പാകത്തിന് ഉപ്പ്. പിന്നെ അത് തിളക്കിട്ടെ. ഒന്ന് തിളച്ചൊന്ന് ശരിയായിട്ട് നമുക്കിനി കടുക് പൊട്ടിക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാവട്ടെ. പൊട്ടിക്കാതെ കടുക് ഇടാണ്. കടുക് ഇട്ടു. പിന്നെ കുറച്ച് വേപ്പില, പച്ചമുളക് ഇട്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ കുക്കർ വെച്ചു. നമ്മളിലേക്ക് കാച്ചി വെക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും തക്കാളിയും റെഡി.